കൊച്ചു കൊച്ചു വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം കൂടിപ്പോയാൽ ഒരു 5000 രൂപയുടെ പിഴ ഒടുക്കാൻ വിസമ്മതിച്ചാൽ ഒരു 3 വർഷം വരെ തടവ് ശിക്ഷിക്കാം. ആ വകുപ്പുകളാണ് ഇപ്പോൾ ഈ അരവിന്ദിന്റെ പേരിൽ ഇട്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ മേയറും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും കേസിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസായത്. ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ പൊതുനിരത്തിൽ സംഭവിക്കുന്നതാ. ഇതിന് പ്രാധാന്യം കിട്ടാൻ കാര്യം, അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ കാര്യം, ഇതിൽ ഉൾപ്പെട്ടത് നമ്മുടെ മേയറും അതുപോലെ തന്നെ ഒരു MLA ആയതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പറഞ്ഞാലോ യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാറ് കുറുകയിട്ടത് സീബ്ര ലൈൻ തെറ്റിച്ചാണെന്നാണ് പറയുന്നത്. അന്ന് ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാ. അതായത് നമ്മുടെ മേയർ ഈ ഡ്രൈവറുടെ നേർക്ക് കൈചൂട്ടി സംസാരിക്കുന്നു, രോഷാകുലിയാകുന്നു. അതുപോലെ MLA അകത്തേക്ക് കയറുന്നു. ഇതൊക്കെ നമ്മളെല്ലാം കണ്ടതാ, ജനങ്ങളുടെ മുമ്പിൽ നടന്നതാ. ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിനടുത്ത് ഉണ്ടായിരുന്ന ജനങ്ങള് ഇതെല്ലാവരും ഇതിന് സാക്ഷികളാ. പക്ഷേ അന്വേഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സവാള ഉള്ളി അതിന്റെ തൊലി കളഞ്ഞതുപോലായി. അവസാനം പ്രതിയെന്ന് പറയാൻ ഈ മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രം, മറ്റു 2 പേരും ഒഴിവായി.